ഇനി നമ്മൾ 18ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ 18ാമത്തെ ചോദ്യം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനകത്തെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. വളരെ സിമ്പിൾ ചോദ്യം, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോർമുലയാണ്. സോ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ അല്ലേ. സോ ഈക്വൽ ടു π/6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 10x then 1 minus 24x square equal to tan π/6. tan π/6 tan 30 ഡിഗ്രി ആണ്. നമുക്ക് എത്ര കിട്ടും, 1/√3 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എത്ര കിട്ടും മക്കളെ, √3 10x ഈക്വൽ ടു 1 മൈനസ് 24x സ്ക്വയർ എന്ന് വരും. സോ 24x സ്ക്വയർ പ്ലസ് √3 10x മൈനസ് 1 ഈക്വൽ ടു 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, റൂട്ട്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് -10 √3 പ്ലസ് ഓർ മൈനസ് √396 ഡിവൈഡ് ബൈ 48 നമുക്ക് കിട്ടും. √396 നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്താൽ 6√11 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷൻ -10 √3 പ്ലസ് 6√11/48 എന്നും വരും. അതുപോലെ x ഈക്വൽ ടു -10 √3 മൈനസ് 6√11/48 എന്നും കിട്ടും. അപ്പം നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്തിനൊക്കെ ബിറ്റ്വീനാണ് നിൽക്കുന്നത്, -1/2√6നും അതുപോലെ തന്നെ 1/2√6നും ബിറ്റ്വീനാണ്. എടാ ഇതിൻ്റെ വാല്യൂ, അതായത് 1/2√6ൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 0.204 അടുത്താണ് വരുന്നത്. അപ്പോൾ ഈ വാല്യൂ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ രണ്ട് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് വാല്യൂ വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബിലോ ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഈ വാല്യൂ പോകത്തുള്ളൂ. നമുക്ക് എടുക്കാം, കാരണം 10√3 മൈനസ് 6 അത് വലിയൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വാല്യൂ ഏതേ ഉള്ളൂ, ഇതേ പറ്റുള്ളൂ. സോ നമുക്ക് ഒരു സൊല്യൂഷനെ പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി. അതിൻ്റെ വാല്യൂ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ അല്ലേ?